ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബ്ബിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സുന്ദരിക്കുട്ടിയിലെ മറ്റൊരു ഫാമിലീനെ പരിചയപ്പെടാം. എന്താണ് ഇവരുടെ അഭിപ്രായങ്ങളെന്ന് നമുക്ക് കേൾക്കാം. പ്ലീസ്. മോളുടെ പേരെന്താണ്? ഐഷ്ബിൻ. മാഡത്തിന്റെ പേര്? ബുഷ്ര. ഓക്കെ. എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നത്. പാലക്കാട്. മോൾ എത്രയിലാണ് പഠിക്കുന്നത്? 9th. മോളുടെ ഈ കഴിവുകൾ എന്ന് മുതലാണ് മാഡം മനസ്സിലാക്കാൻ തുടങ്ങിയത്? അത് ചെറുപ്പം മുതലേ ഫുട്ബോളിൽ ആക്റ്റീവ് ആക്കി ആദ്യം, അങ്ങനെ പിന്നെ ഇക്കയാണ് പബ്ലിക് ആക്കിയത് അവള്. അതായത് കുട്ടിയുടെ കഴിവ് ലോകത്തോട് വിളിച്ചു പറയാൻ പറഞ്ഞത് ഹസ്ബൻഡാണ്. ഓക്കെ. എങ്ങനെയായിരുന്നു സമൂഹത്തില് അപ്പോൾ അങ്ങനെ ഒരു വാർത്തകൾ അല്ലെങ്കിൽ മകളുടെ കഴിവുകൾ ഉണ്ടെന്ന് കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു അക്സെപ്റ്റൻസ്? കുഴപ്പമൊന്നുമില്ല. നമ്മള് അത് മറ്റുള്ള മൈൻഡ് ചെയ്യാതെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. നമ്മളെ അഭിപ്രായമായിട്ട് മുന്നോട്ട് പോകും, അതല്ലേ നമുക്ക് നടക്കുള്ളൂ. ശരി. മകളുടെ ഈ സുന്ദരിക്കുട്ടി പ്രോഗ്രാമിൽ വന്നിട്ട് എങ്ങനെയായിരുന്നു മോളുടെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് റാമ്പ് വാക്കിംഗ് അതിലൊക്കെ പങ്കെടുക്കുന്നത്. മുമ്പ് മൂവീസാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് തന്നെ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല രീതിക്ക് തന്നെ ഹാപ്പിയായി. ഓക്കെ. മറ്റുള്ള കുട്ടികളോട്, കൂടെ പഠിക്കുന്ന കുട്ടികളോട്, ഇനി വളർന്നു വരുന്ന കുട്ടികളോട് എന്താണ് മോൾക്ക് പറയാനുള്ളത്? നമ്മൾക്ക് കഴിവുകൾ ഉണ്ടെങ്കിൽ അതിൽ തളരാതെ മറ്റുള്ളവർ പറയുന്നത് നോക്കാതെ നമ്മൾ മുന്നേറുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പക്ഷെ തോറ്റുപോയാൽ, ആദ്യത്തെ സമ്മാനം കിട്ടിയില്ലെങ്കിൽ തളരാതെ വീണ്ടും ശ്രമിക്കുക അല്ലേ? റോമാ നഗരം ഒരു ദിവസം പണിതിട്ടുള്ളതല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. വളരെ കാലത്തെ സമയം കൊണ്ടാണ്. അതുപോലെ നമ്മുടെ കഴിവുകളും തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മകൾക്ക് ഇനി ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ആകണമെന്നാണ് ആഗ്രഹം? എനിക്കൊരു ആക്ട്രസ് ആവണമെന്നാണ് ആഗ്രഹം. ആക്ട്രസ് ആവാൻ വേണ്ടിയിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞുണ്ടോ? നല്ല അഭിനയം, പിന്നെ മടിയില്ലാതിരിക്കുക എന്നുള്ളൊരു കഴിവാണ് അല്ലേ? സമൂഹത്തിലേക്ക് ഇറങ്ങി എല്ലാവരും നല്ല രീതിക്ക് തന്നെ പെരുമാറുക. ഓക്കെ. മകൾക്കൊരു ആക്ട്രസ് ആവണമെന്നാണ് ആഗ്രഹം വരുന്നത്. അതിനുള്ള വീട്ടുകാരുടെ സപ്പോർട്ട് എന്തൊക്കെ ഉണ്ടായിരിക്കും മകൾക്ക്? നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവളെ കഴിവിനെ മനസ്സിലായതുകൊണ്ട് തന്നെ അതിന് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളത്. മേഡത്തിന് മാതാപിതാക്കളോട് പറയാനുള്ളത് എന്തൊക്കെയാണ്? നമ്മളെ കുട്ടികളുടെ കഴിവ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ഒന്നടിച്ചേൽപ്പിക്കാതെ അവരെന്താണോ ആഗ്രഹിക്കണല്ലേ, അവർ ഏതിലാണ് മുന്നേറാൻ നിൽക്കുന്നത് അതിന് സപ്പോർട്ട് നിന്നുകൊണ്ട് മക്കളെ ആ രംഗത്ത് എത്തിക്കാൻ നോക്കുക. അല്ലെങ്കിൽ അത് പാടില്ല, അത് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ തീരും ശരിയാവില്ല. അപ്പോൾ ആ ഒരു സപ്പോർട്ടാണ് മക്കൾക്ക് കൂടുതൽ ആ കാര്യത്തോട്, അവരുദ്ദേശിക്കുന്ന കാര്യത്തോട് അവർക്ക് വിജയത്തിലെത്താനും പറ്റുള്ളൂ. പിന്നെ തോൽവി പറഞ്ഞു കഴിഞ്ഞാൽ തോൽവി സ്വാഭാവികമാണ്. തോൽവിയാണ് നമ്മളെ ജയത്തിലേക്ക് എത്തിക്കുന്നത്. പ്രിയ രക്ഷിതാക്കളെ, കുഞ്ഞു കൂട്ടുകാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ മക്കളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കണം. അത് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. അവിടെ വരുന്ന തോൽവികളെ അതേ രീതിയിൽ നമ്മൾ അതേ സ്പിരിറ്റോട് കൂടി എടുത്ത് വീണ്ടും മുന്നേറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നാണ് മറ്റൊരു തെളിവ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി എന്തൊക്കെയാണ് നമുക്ക് ആക്ച്വലി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻസ് നന്നായി പഠിക്കണം എന്ന്, പഠനത്തോടൊപ്പം ആക്ടിങ്ങും കൊണ്ടുപോകണം. ഓക്കെ. ഈ മറ്റുള്ള കഴിവുകൾ നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ പഠനത്തിൽ എന്തെങ്കിലും മോശം വന്നിട്ടുണ്ടോ? ആദ്യം മുതലേ നന്നായി പഠിക്കും. പിന്നെ അഡ്വാൻസ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഒന്നിനു വേണ്ടി ഒന്നും നഷ്ടപ്പെടുത്തരുത്, പഠിപ്പ് ശ്രദ്ധിക്കുക, അതിന്റെ കൂടെ നിന്റെ ഈ ഒരു കഴിവും കൊണ്ടുപോകുക. പിന്നെ മെയിൻലി ഇക്കാണ് ഇവളെ പബ്ലിക് ആക്കിയത്. കാരണം ചെറുപ്പം മുതൽ ഫുട്ബോള്, പിന്നെ ഒരു യൂട്യൂബ് ചാനല്, അങ്ങനെയുള്ള അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന് ക്യാമറ ഫേസ് ചെയ്യാനുള്ള ഒരു മടി അവളെ മാറ്റിയത് ഇക്കയാണ്. കണ്ടില്ലേ? അപ്പൊ നമ്മുടെ മുമ്പിൽ വീണ്ടും തെളിവുകൾ വരികയാണ്. ശ്രമിച്ചു കഴിഞ്ഞാൽ നേടാത്തത് ഒന്നുമില്ല എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അതിന്റെ താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. ആ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ഇനി മകൾക്ക് വലിയ സ്റ്റേജുകളും വലിയ അവസരങ്ങളും ലൈഫിൽ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. ഗ്രേറ്റ്.